എല്ലാവർക്കും ഷാലോം ടിവിയിലെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ സ്കൂൾ സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ അങ്കമാലി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇനി അതിന്റെ തുടർ വിശേഷം ഈ എപ്പിസോഡിൽ കാണാം. എന്നാ പോവാം. ഞാൻ ഫാദർ ജോയ്സ് ഇവിടെ സെൻറ്റ് സേവിയർ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. ഈ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്കൂള് കുട്ടികൾക്ക് സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, പഠനാന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കളിച്ച് നടക്കുന്നതിനുള്ള സൗകര്യങ്ങളും അവരുടെ കായിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഗ്രൗണ്ട്, സ്വിമ്മിംഗ് പൂളുകൾ, മറ്റ് കോർട്ടുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് വേണ്ട വാഹന സൗകര്യം സ്കൂളിൻ്റെ ബസ്സുകൾ മുഖാന്തരം നൽകാറുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത്. സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും എപ്പോഴും ഉന്നം വയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിനായിട്ട് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാറുണ്ട്. നമുക്ക് നല്ലൊരു ഓഡിറ്റോറിയമുണ്ട്, സ്റ്റേജ്, അതുപോലെ ആനുവൽ ഡേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ പിള്ളേർക്ക് വളരെ വലിയൊരു സദസ്സിൻ്റെ മുൻപിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിനായിട്ടുള്ള അവസരങ്ങൾ നൽകാറുണ്ട്. ബൈബിളിലെ ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കി 5 അപ്പം കൊണ്ട് 5000ങ്ങളുടെ വിശപ്പടക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സെന്റ് സേവിയേഴ്സിലെ ചുണക്കുട്ടികൾ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു. 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. यीशु तेरे दरबार में
മികച്ച ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പഠനാന്തരീക്ഷവും കലാകായിക പരിശീലനവും. എൻ്റെ പേര് ഷിജി റോബർട്ട്. ഞാൻ ഈ സ്കൂളിലെ കായിക അധ്യാപികയാണ്. നമ്മളുടെ കുട്ടികളുടെ പഠനത്തോടൊപ്പം കായികപരമായ കഴിവുകളും നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾക്കിവിടെ നല്ലൊരു ഗ്രൗണ്ടുണ്ട്. ദൈവസഹായം കൊണ്ട് ഫാദേഴ്സ് നമുക്ക് പലവിധ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും പലവിധ ആക്ടിവിറ്റീസും ഇവിടെ നൽകുന്നുണ്ട്. ഒന്ന് മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ PT പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ നമ്മൾ അവർക്ക് എല്ലാവിധ ഗെയിംസുകളിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും അവരെ എക്സസൈസിലൂടെയും പലവിധ കളികളിലൂടെയും അവരുടെ മാനസികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ശാരീരികമായ കഴിവുകളും എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ എന്തുമാത്രം പങ്കുവഹിക്കുന്നുണ്ടെന്ന് നമ്മെ മനസ്സിലാക്കുവാനായി ലളിതമായ മനോഹരമായ വാക്കുകളിലൂടെ നമ്മുടെ സ്വന്തം ഇഷ വേദിയിൽ. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസ ജീവിതത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണെന്നുള്ളത്. പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ പറയുന്നു: ദൈവം കുടികൊള്ളുന്നത് ദേവാലയങ്ങളിലല്ല, മറിച്ച് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ്. ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും ദൈവികമായ ഒരു സാന്നിധ്യം അനുഭവിക്കുന്നു. ഈ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് മതേതര മൂല്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും എൻ്റെ സഹോദരരാണ് എന്ന കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികൾ നേടിയെടുക്കണം. ജാതിമത വർഗവർണ്ണ വിവേചനങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിൽ വളർത്തണം. ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്നത് അന്താരാഷ്ട്ര പൗരനെ സൃഷ്ടിക്കുക അഥവാ അന്താരാഷ്ട്ര സാഹോദര്യം എന്ന മൂല്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവർ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ വർണ്ണനാതീതമാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ഭാരതത്തിലേക്ക് കടന്നു വന്ന ക്രൈസ്തവികത ഇന്നത്തെ ഭാരതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് ജാതിമത വർഗവർണ്ണ വിവേചനമെന്നീ എല്ലാ മനുഷ്യർക്കും മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്തുകൊണ്ടാണ് ക്രൈസ്തവ മിഷനറിമാർ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊർജം പകർന്നത്. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഓരോ വിദ്യാർത്ഥിയുടെയും സമഗ്രമായ വളർച്ചയാണ് വിദ്യാഭ്യാസത്തിലൂടെ മിഷനറിമാർ ലക്ഷ്യം വെച്ചിരുന്നത്. ശുചിത്വം, ആരോഗ്യപരിപാലനം, മര്യാദകൾ എന്നീ മേഖലകളിലും പരിശീലനം നൽകാൻ അവർ പരിശ്രമിച്ചു. കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതും ക്രൈസ്തവർ തന്നെയാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസം സമഗ്ര പരിശീലനവും സാമൂഹിക സേവനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കേവലം പാഠ്യവിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർണ്ണമാകപ്പെടുന്നില്ല. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ സനാതന മൂല്യങ്ങൾ കൂടി പകർന്നു കൊടുത്ത് ഓരോ വിദ്യാർത്ഥിയെയും ഉത്തമ പൗരനാക്കി മാറ്റുമ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നത്. സമത്വം, സാഹോദര്യം, സാമൂഹിക ചിന്ത, സ്വാതന്ത്ര്യബോധം, സ്നേഹം, സത്യം എന്നീ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ കത്തോലിക്ക വിദ്യാലയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതിലൂടെ കുടുംബത്തിലും സമൂഹത്തിലും അനുഷ്ഠിക്കേണ്ട സദാചാര മൂല്യങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കുന്നു. സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമൂഹത്തെ മറന്നു ജീവിക്കുക സാധ്യമല്ല. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ശീലം വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളായ നമ്മിൽ വളർത്തിയെടുക്കണം.
ദേശസ്നേഹം, പരസ്പര സൗഹാർദ്ദം, ഗുരുജന ബഹുമാനം, ഈശ്വരഭക്തി എന്നീ മൂല്യങ്ങളുള്ള വിദ്യാർത്ഥികൾ ഭാവിയിൽ ആദർശപൂർണമായ സാമൂഹിക ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കപ്പെടുന്നു. വിദ്യാർത്ഥികളായ നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം പഠനമാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും പഠനത്തിനു വേണ്ടി മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും നൽകുന്ന പിന്തുണയും സേവനങ്ങളും അവർണ്ണനീയമാണ്. പഠനമെന്ന ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കുന്നതുവരെ ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിനായി തന്നെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ വിദ്യാർത്ഥികളായ നമ്മുടെ പരമപ്രധാനമായ കർത്തവ്യവും സാമൂഹിക സേവനവും പഠനം തന്നെയാണ്. സ്നേഹം, സത്യം, നീതി, ദയ, സഹാനുഭൂതി, ക്ഷമ, സഹനശക്തി എന്നീ മൂല്യങ്ങൾ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളിലേക്കും അവരിലൂടെ സമൂഹത്തിലേക്കും നന്മയുടെ രശ്മികൾ പകരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കരയുന്നവൻ്റെ മുമ്പിലേക്ക് കരുണയുടെ കരങ്ങൾ നീട്ടുവാനും നീറുന്ന മനസ്സുകളിലേക്ക് ഒരു സാന്ത്വനമായി കടന്നു ചെല്ലുവാനും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനും ദയയോടെ സംസാരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്നത്തെ പുത്തൻ സമൂഹത്തിൽ എല്ലാവർക്കും നന്മ ലഭിക്കണം, നന്മ ഭവിക്കണം എന്നതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവെന്ന് മഹാത്മാക്കൾ വിശേഷിപ്പിച്ച ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല വ്യക്തികളായി വളരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം സർവേശ്വരനോട് യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. അറിവിനോടൊപ്പം മികവ് വർദ്ധിപ്പിക്കാനുതകുന്ന പാഠ്യേതര ക്ലാസുകൾ, ഡാൻസ്, മ്യൂസിക്, യോഗ, സ്കേറ്റിംഗ്, ചെസ്, എംബ്രോയിഡറി, ഡ്രോയിങ്, സ്വിമ്മിംഗ് തുടങ്ങിയവ. ഞങ്ങളുടെ സ്കൂളിൽ പിള്ളേർ ഡാൻസ് പഠിക്കുന്നത് എവിടെയാ? അപ്പൊ നമുക്കൊരു ഡാൻസ് പ്രാക്ടീസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. വാ. പ്രവൃത്തികൾക്ക് വാക്കുകളേക്കാൾ പ്രാധാന്യമുണ്ടല്ലോ. ഇതാ ഒരു ആക്ഷൻ സോങ്ങുമായി സെന്റ് സേവിയേഴ്സിലെ കൂട്ടുകാർ. Some help, love your neighbor as yourself. Spend your time on someone else. Yeah, come on. Find a way to lend some help, love your neighbor as yourself. Spend your time on someone else. L-O-V-E. God's love is like no other. L-O-V-E. Share it with one another. Come on everyone, reach out and love someone. L-O-V-E. We're gonna love each other. Show some grace, help your neighbor run the race. Put yourself in second place. Find a way to show some grace, help your neighbor run the race. Put yourself in second place. L-O-V-E. God's love is like no other. L-O-V-E. Share it with one another. Come on everyone, reach out and love someone. L-O-V-E. We're gonna love each other. God loved us from the very start, and I got the love in my beating heart. And spread that love all across the earth, and tell everybody what His love is worth. Come on, so let God hear the praise from us. Yeah, and love people like the Savior does. Hey. And you ain't never gonna be the same when you L-O-V-E in Jesus' name. Yeah.
ജീവിതമൂല്യം ഉയർത്തുന്നതിനും സംസ്കാര സമ്പന്നരാകുന്നതിനുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും സനാതനധർമ്മ പഠന ക്ലാസുകളും. കുട്ടികൾ തങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് സ്കൂൾ ചാരിറ്റി ബോക്സിൽ നിക്ഷേപിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുന്നു. സെൻറ്റ് സേവിയേഴ്സിൻ്റെ മറ്റൊരു മുഖമുദ്രയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ സ്റ്റുഡൻസും അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഓഫീസിലൊരു ബോക്സ് ഇരിപ്പുണ്ട്, സേവിയർ ആൻഡ് ടച്ച് എന്ന് പറഞ്ഞൊരു ബോക്സ്. അപ്പം അവർ ചോക്ലേറ്റ്സ് മേടിക്കുന്ന പൈസ അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിൽ നിന്ന് ഒരു ഭാഗം ഈ സേവിയർ ആൻഡ് ടച്ച് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോക്സിൽ കൊണ്ടുവന്നിടും. അപ്പം അതിൽ നിന്ന് നമ്മൾ പാവങ്ങളെ സഹായിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കോവിഡ് കാലത്ത് ഇവിടുത്തെ ഒരു സ്റ്റാഫിനൊരു വീട് വെച്ച് കൊടുത്തു. ഈ വർഷം ഞങ്ങൾ ഒരു കിഡ്നി പേഷ്യൻസിന് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹായം ചെയ്തു. മറ്റൊരു സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് സഹായം ചെയ്തു. ഏകദേശം 45,000-ഓളം രൂപ ഓൾറെഡി ഞങ്ങൾ സഹായമായിട്ട് കൊടുത്തു കഴിഞ്ഞു. അത് സ്റ്റുഡൻസിൽ നിന്ന് അവരുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് മാത്രമാണ്. അതുപോലെ തന്നെ സെൻറ്റ് സേവിയറിൻ്റെ ഫീസ്റ്റിൻ്റെ ദിവസം ഇവർ സ്റ്റുഡൻസ് എല്ലാവരും വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. അതായത് മറ്റുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് സോപ്പ്, ചീപ്പ്, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് അവർ കൊണ്ടുവരും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞങ്ങളതെല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റുഡൻസും കുറച്ച് സ്റ്റാഫും എല്ലാവരും കൂടെ പോയി ഇവിടെയുള്ള അടുത്തുള്ള ഓർഫനേജിൽ അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സാധനങ്ങൾ പിള്ളേർ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ ക്ലരിയേഷൻ ഫാദേഴ്സ് തന്നെ വർക്ക് ചെയ്യുന്ന ഇൻറ്റീരിയർ വില്ലേജുകളിലുള്ള പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുവാനായിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരോട് അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് കരുണ കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ തങ്ങൾക്കുള്ളത് ഷെയർ ചെയ്യുവാനായിട്ട് ഉള്ളൊരു മനോഭാവം സ്റ്റുഡൻസിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ തലത്തിൽ മുതലേ ഞങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ ഫ്രൈഡേയും 2 ബാച്ചായിട്ട് യോഗ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ യോഗ ക്ലാസ് കണ്ടാലോ? ഞങ്ങളുടെ സ്കൂളിൽ പിള്ളേരുടെ സുരക്ഷയ്ക്കായി സെൽഫ് ഡിഫെൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കരാട്ടെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സസും കൂടി കണ്ടിട്ട് വരാം. ഞങ്ങളുടെ സ്കൂളിലെ ഈ പ്രോഗ്രാമുകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി തുടർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ്. അപ്പോൾ അതുവരെ ബൈ ബൈ.